ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വി സി ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഫഹദ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ സ്പിൻ മോട്ടർ അല്ലെങ്കിൽ ഡ്രയർ മോട്ടർ എന്നൊക്കെ പറയുന്ന ആ മോട്ടർ അഴിച്ച് പുറത്തെടുക്കുന്നൊരു വീഡിയോ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ വാഷിംഗ് മെഷീൻ്റെ മോട്ടറാണ് നമ്മൾ അഴിച്ച് പുറത്തെടുക്കാൻ പോകുന്നത്. ഇതൊരു പാനാസോണിക്കിൻ്റെ 7.2 kg വാഷിംഗ് മെഷീനാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഷിംഗ് മെഷീനാണ്. എല്ലാ വാഷിംഗ് മെഷീൻ്റെ മോട്ടറും എല്ലാ സിസ്റ്റവും എല്ലാം ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് കോമൺ ആയിട്ടൊന്ന് കാണിച്ചു തരുവാണെന്ന് മാത്രം. ആദ്യം നമ്മൾ ഈ ബാക്കിലെ കവർ അഴിച്ചെടുക്കുക. എന്നിട്ട് ബാക്കിലെ കവർ അഴിച്ചു മാറ്റിയാൽ നമ്മുടെ ഇടത് ഭാഗത്തായിട്ട് വരുന്ന മോട്ടോറാണ് വാഷിംഗ് മെഷീൻ്റെ ഡ്രയർ മോട്ടർ. ഇതാ ഈ സ്പ്രിങ് എല്ലാമായിട്ട് ഇരിക്കുന്ന മോട്ടറാണ് ഡ്രയർ മോട്ടർ. നിങ്ങൾ കണ്ടില്ലേ? വലത് ഭാഗത്ത് വരുന്ന മോട്ടർ വാഷ് മോട്ടോറും. അത് നമ്മളിപ്പോൾ അഴിച്ച് കാണിക്കുന്നില്ല. അത് പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. നമ്മൾ ആദ്യം അഴിക്കുന്നതിന് മുമ്പായിട്ട് താഴെ എന്തായാലും വിരിച്ച് വെക്കുക. വാഷിംഗ് മെഷീൻ്റെ ബോഡിയിൽ സ്ക്രാച്ച് വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഒരു റഫ് സർഫസ് ആയത് കാരണമാണ്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മാർബിളും ടൈൽസൊക്കെ ആകുമ്പോൾ സ്ക്രാച്ച് വരത്തില്ല. എന്നിട്ട് ചെരിച്ച് വെച്ചിട്ട് നമ്മൾ സൈഡിലുള്ള സ്ക്രൂ അഴിക്കുക. ഓരോന്നായിട്ട് അഴിക്കുക. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇപ്പുറത്തെ ഈ ഗ്യാപ്പിലൊരു സ്ക്രൂ ഉണ്ട്. അങ്ങനെ നമ്മൾ ഓരോ സ്ക്രൂകളും നോക്കി അഴിച്ചെടുക്കുക. സൈഡിലെല്ലാം ശരിക്കും ഇൻസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ കാണാവുന്ന സ്ക്രൂ ഒക്കെ അഴിച്ചു വെക്കുക. രണ്ട് ബോഡിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ക്രൂകളെല്ലാം അഴിച്ചു മാറ്റുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ താഴെയുള്ള 2-3 സ്ക്രൂകളുണ്ട്. ഇങ്ങനെ ഈ സ്ക്രൂ നമ്മൾ കാണില്ല. ഇത് അഴിക്കാതെ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ക്രാക്ക് പറ്റാൻ സാധ്യതയുണ്ട്, ബോഡി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിക്കും നോക്കി അഴിച്ചെടുക്കണം. വളരെ അകത്താണ്, അപ്പോൾ കുറച്ച് വലിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുക. എന്നിട്ട് അഴിച്ചെടുക്കുക. അതെല്ലാം അഴിച്ചു മാറ്റി നമ്മൾ ബാക്കിലും ഇതുപോലെ സ്ക്രൂ ഉണ്ടാവും സൈഡിൽ, അതും അഴിച്ചു മാറ്റുക. ഒരു സൈഡിൽ 2 എണ്ണം കാണും, ഒരു സൈഡിൽ 1 എണ്ണം, അപ്പുറത്തെ സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ടാവുന്നത്, അതും അഴിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ താഴെ വിരിച്ചെടുത്ത കവർ ഇപ്പുറത്തെ സൈഡിലോട്ട് വിരിച്ചിട്ട് ഇങ്ങോട്ട് ചരിച്ച് വെക്കുക വാഷിംഗ് മെഷീൻ. എന്നിട്ട് ആ സൈഡിലുള്ള സ്ക്രൂകളും അഴിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീൻ ഈ സൈഡിലോട്ട് ചരിച്ച് വെച്ചു. എന്നിട്ട് അവിടെയുള്ള സ്ക്രൂകൾ നമ്മൾ മെല്ലെ അഴിച്ചു മാറ്റുന്നു. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. നമ്മൾ കുറച്ച് കണ്ടിട്ട് ബാക്കി ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്നുള്ള ലെവലിൽ കാണുമ്പോൾ പല സ്ക്രൂകളും നിങ്ങൾ വിട്ടുപോയി നിങ്ങൾ ഇന്ന് വാഷിംഗ് മെഷീൻ്റെ ബോഡി പൊട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ വലിച്ചെടുക്കുമ്പോഴൊക്കെ. അതുകൊണ്ട് എല്ലാ സ്ക്രൂവും അഴിക്കുന്നതൊക്കെ നന്നായിട്ട് നോക്കി വെച്ചോളൂ. നിങ്ങൾക്ക് പ്രധാനമായി കാണിക്കേണ്ട ഭാഗങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്ക്രൂകൾ ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്ക്രൂ അഴിച്ചെടുത്ത് ഇനി അടുത്തതായിട്ട് അഴിക്കാൻ പോകുന്ന സ്ക്രൂ ഒരു പ്രധാനപ്പെട്ട സ്ക്രൂ ആണ്. ഇതല്ല, ഇനി താഴെ വാഷിംഗ് മെഷീൻ്റെ താഴെയായിട്ട് ഒരു 3 സ്ക്രൂ അഴിക്കാനുണ്ട്. അത് വാഷിംഗ് മെഷീൻ്റെ മോട്ടറിൻ്റെ ലെഗ് പിടിപ്പിച്ചിരിക്കുന്ന സ്ക്രൂ ആണ്. ആ സ്ക്രൂ എന്തായാലും അഴിക്കണം. അത് അഴിക്കുന്ന വീഡിയോ ആണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാ ഈ 1, 2 ഇതിന് താഴെ ഒരു ത്രികോണാകൃതിയിൽ ഒരു സ്ക്രൂവും കൂടി ഉണ്ട്. അങ്ങനെ 3 സ്ക്രൂ ഉള്ളത് അഴിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. അങ്ങനെ അത് അഴിച്ചിട്ട് ആ പ്രൊജക്റ്റയിൽ നിൽക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം കണ്ടില്ലേ, അത് അഴിക്കുമ്പോൾ രണ്ട് ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുന്നില്ല, അത് നമ്മൾ അകത്തോട്ട് തള്ളി കൊടുക്കണം. അങ്ങനെ ഈ 3 സ്ക്രൂ അഴിച്ചതിന് ശേഷം നമ്മൾ അത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ 3ാമത്തെ സ്ക്രൂ നമ്മൾ ലൂസ് ചെയ്തു. അങ്ങനെ ഓരോ സ്ക്രൂ നമ്മൾ അഴിച്ചെടുത്ത് മാറ്റിയിട്ട് അതിന് ശേഷം ആ വൈറ്റ് കളറുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പീസ് നമ്മൾ അകത്തോട്ട് തള്ളി കൊടുക്കും. അത് ലെഗിൻ്റെ ഒരു ലോക്കാണ്. ലെഗ് വന്നിട്ട് താഴെ വന്ന് ലോക്കാകാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗമാണ്. അങ്ങനെ ആ ഈ 3 സ്ക്രൂകൾ നമ്മൾ അഴിച്ചെടുത്തിട്ട് നമ്മൾ ആ സാധനത്തിന് അകത്തോട്ട് തള്ളും. അതാണ് ഇനി നിങ്ങൾ കാണുന്നത്. അങ്ങനെ തള്ളി കൊടുക്കും. എന്നിട്ട് നമ്മൾ അകത്തൂടെ കൈയിട്ടിട്ട് അത് വലിച്ചെടുത്തിട്ട് ബോഡിയിൽ നിന്നും വേർതിരിച്ച് മാറ്റി വെക്കണം. അതായത് ഇതുപോലെ. എന്നിട്ട് വേർതിരിച്ച് മാറ്റിയിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ബോഡി മെല്ലെ ഇവിടുന്ന് അകത്തിയിടണം. അതിന് മുന്നായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ്റെ ബെൽറ്റ് ഉണ്ട്. വാഷ് മോട്ടറിൻ്റെ ബെൽറ്റ് നമ്മൾ ഒന്ന് റിമൂവ് ചെയ്ത് വെക്കണം. അത് ഇത് വലിക്കുന്നതിന് മുന്നേ തന്നെ റിമൂവ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വാഷ് മോട്ടറിൻ്റെ വയർ കട്ട് ചെയ്യുന്നത്
എന്നാലേ മോട്ടർ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പുതിയ മോട്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ വയർ അതുപോലെ ജോയിൻറ്റ് ചെയ്തിട്ട് ഇൻസുലേഷൻ ടൈപ്പ് അടിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വയർ കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെ ബോൾട്ടിൻ്റെ അളവ് 8-ൻ്റെ ബോക്സാണ് വേണ്ടത്, അല്ലെങ്കിൽ 8-ൻ്റെ സ്പാനർ ആയാലും മതി. അതിന് മുന്നായിട്ട് നമ്മൾ ഇതിനൊരു ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മൾ ഡോർ അടക്കുമ്പോൾ വാഷിംഗ് മെഷീൻ ക്വിക്കായിട്ട് നിൽക്കാറില്ല. ആ ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ അഴിച്ചു മാറ്റിയത്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് നമുക്ക് അഴിച്ചു മാറ്റാൻ പറ്റും. എന്നിട്ട് നമ്മൾ 8-ൻ്റെ ബോക്സ് സ്പാനർ എടുത്തിട്ട്, അല്ലെങ്കിൽ സാധാ സ്പാനർ ആയാലും മതി, നമ്മൾ ഈ മുകളിൽ കാണുന്ന ബോൾട്ട് അഴിച്ച് എടുക്കണം. എന്നാലേ നമുക്ക് മോട്ടർ വാഷിംഗ് മെഷീൻ്റെ ആ ഷാഫ്റ്റിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്തെടുക്കാൻ കഴിയത്തുള്ളൂ. അത് നമ്മൾ എടുക്കുമ്പോൾ ഇച്ചിരി പ്രയാസമുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു എന്തെങ്കിലും ആമറോ ചിസലോ എടുത്ത് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ ഊരി പോരുന്നതാണ്. ഫ്രണ്ട്സ്, ഈ മോട്ടോർ അഴിച്ചെടുക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, AC ഇവയെക്കുറിച്ചുള്ള വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.